മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ പുറത്ത്. കാറുകളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ശബ്ദം കേട്ട സമീപത്തെ ക്ലിനിക്കിലെ ഡോക്ടറാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. രമ്യ, അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. എത്രത്തോളം വലിയൊരു ദുരന്തമായിരുന്നു അവിടെ ആ വിധത്തിൽ കെട്ടി ഉയർത്തിയിരുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. കാരണം അശാസ്ത്രീയത ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഉപരിതല ഗതാഗത മന്ത്രാലയം ഇപ്പോൾ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ കാറിലുണ്ടായിരുന്ന ആളുകളെല്ലാം അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയായിരുന്നു. ആരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് രമ്യ? ബിനിൽ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ ഈ കൂരിയാട് ദേശീയപാത നിർമ്മാണം നടത്തുകൊണ്ടിരിക്കുന്ന പാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ കാറിലുണ്ടായിരുന്നവർ ഈ സമയത്ത് റോഡിലൂടെ പാസ് പോയിരുന്ന കാറിലുണ്ടായിരുന്നവർ വളരെ അദ്ഭുതമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കാറിലുണ്ടായിരുന്നു. ഈ സമീപത്ത് ഈ ദൃശ്യം പകർത്തിയത് ഈ ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന ക്ലിനിക്കിലുണ്ടായിരുന്ന ഡോക്ടറാണ് ഇത് സംബന്ധിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ തിങ്കളാഴ്ച ഏകദേശം പകൽ 2:30 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. ഈ ദേശീയപാത 66 കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിലായിരുന്നു ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരു സർവീസ് റോഡിലേക്ക് വീണ് അപകടം സംഭവിച്ചത്. ഈ സർവീസ് റോഡിൽ യാത്ര ചെയ്തിരുന്ന കാറുകൾക്ക് മുകളിലേക്കായിരുന്നു ഇത്തരത്തിൽ ഈ മണ്ണിടിഞ്ഞു വീണത്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ഇപ്പോൾ വിള്ളലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ കൊളപ്പുറത്ത് ഈ ഭാഗത്തും ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ നിർമ്മാണം അശാസ്ത്രീയമാകുന്ന രീതിയിലെല്ലാം പറഞ്ഞു വന്നിരുന്നത്. കാരണം പാടത്തിന് നടുവിലൂടെയാണ് മണ്ണിട്ട് കെട്ടിപ്പൊക്കി പാടത്തിന് നടുവിലൂടെയാണ് ഇത്തരത്തിലൊരു റോഡ് വരുന്നത്. ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്. കാരണം ഈ പ്രദേശവാസികൾക്കറിയാം ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിൽ ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണം ഇവിടെ അശാസ്ത്രീയമായിരിക്കുമെന്നും ഈ റോഡ് നിർമ്മാണം ഒരിക്കലും നല്ല വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഉറപ്പായും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതൊരു പാടമായിരുന്നു. അപ്പോൾ പാടത്ത് നനഞ്ഞ് ഒരു കട്ടിയില്ലാത്ത മണ്ണാണ്, ചെളിമണ്ണാണ്, പാടത്ത മണ്ണാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചിരുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മേൽമണ്ണ് ദുർബലമാണെങ്കിൽ ആ മേൽമണ്ണ് എടുത്തു മാറ്റി പകരം മണ്ണ് നിറച്ച ശേഷമേ നിർമ്മാണം നടത്താനാവുകയുള്ളൂ. ദുർബലമായ മണ്ണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഉൾപ്പെടെ മാനദണ്ഡങ്ങൾ കൃത്യമായി NHAI നാഷണൽ ഹൈവേ അതോറിറ്റീസ് ഓഫ് ഇന്ത്യ അവരുടെ SOPയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേക സംഘവും വിദഗ്ധ സംഘവും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്ഭുതകരമായി ഈ ആളുകളെല്ലാം തന്നെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ഇതൊരു ഉദ്ഘാടനത്തിന് ശേഷമായിരുന്നെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇവിടെയൊന്നും നിൽക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇത് മുൻപേ തന്നെ പരിഹരിക്കാനാകട്ടെ എന്നുള്ള പ്രതീക്ഷ കൂടി പങ്കുവെക്കുകയാണ്. രമ്യദാസാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ച് റിപ്പോർട്ട് ചെയ്തത്.